ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നല്ലൊരു ഷെയ്ഡും നല്ലൊരു ഡിഫറെന്റ് ആയിട്ട് ചെയ്തേക്കണം കേട്ടോ. നമ്മൾ ഡാർക്ക് ഓണിയൻ ഷെയ്ഡിലേക്കാണ്. ഓണിയൻ ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഡാർക്ക് ഓണിയൻ ഷെയ്ഡിലേക്ക് ഇതുപോലെ പ്യുവർ എന്താ പറയുക, പ്യുവർ ഓർഗൻസ എന്നൊക്കെ പറയും, അതുപോലെ അതോ സാറ്റിൻ ഓർഗൻസ, പല പേരാണ് പറയുന്നത്, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. അതിനകത്തോട്ടാണ് ചെയ്തേക്കുന്നത്. നെക്ക് നമ്മൾ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കോട്ട് കോളറിന്റെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതിനകത്തോട്ട് സെൽഫായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇത് എയർലൈൻ പാറ്റേണിലോട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ബോട്ടം ഞാൻ ഇതിന് താഴെ വേറെ ചെയ്തിട്ടുണ്ട്. അത് കോട്ടൺ പോപ്ലിൻ പോലുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. ബോട്ടം അത്ര കാണുമ്പോൾ ഇതിന് അത്ര ഭംഗി ഉണ്ടാവില്ല. ഒരു ഫ്രോക്ക് പോലെ ഇതുപോലെ വേറെ ചെയ്യുമ്പോഴാണ് ഭംഗി വരുന്നത്. എയർലൈൻ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ഫാറ്റ് പാറ്റേൺ ഉണ്ട്. എപ്പോഴും നമ്മൾ പ്ലീറ്റ്സും ഇൻവേർട്ടഡ് പ്ലീറ്റ്സും ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ഒക്കെ അല്ല ചെയ്യുന്നത്. പിന്നെ സ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിന് അത്രയും ഭംഗി തോന്നില്ല. ഇതൊരു എയർലൈനിൽ ഇങ്ങനെ ഫെയർ ആയിട്ട് കിടക്കുമ്പോഴാണ് ഭംഗി വരുന്നത്. സ്ലീവിലോട്ട് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ്. നെക്ക് ഇതേപോലെ ഉണ്ട്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നെക്കിലെ വർക്ക് ചെറിയ ബീഡ്സ് ഇട്ടിട്ട്, ഇതിന്റെ ഫിനിഷിംഗ് ആയിട്ടില്ല വർക്ക്, ഞാനിപ്പോൾ ഇട്ടേന്റെ ആയിട്ടുള്ളൂ. ഹെമ്മിങ് ഒന്നും ആയിട്ടില്ല. ഇതിന്റെ ഇത് ഇതുപോലെ ഉണ്ട്. ഇതിന്റെ വർക്ക് കണ്ടോ, ഇതേപോലെ ചെറിയ ബീഡ്സ് ഇട്ടിട്ട് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, ഇതുപോലെ ഉണ്ട്. ഈ ഒരു കോളറിന്റെ ചെറിയ വർക്ക് ഇട്ടിട്ട് നല്ല അടിപൊളിയാണ്. കളറാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ. നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ. ഇത് കുറച്ച് ഓർഡർ എടുക്കാൻ പറ്റും. കാരണം നമുക്ക് റിപ്പീറ്റ് എടുക്കണമെങ്കിൽ സെയിം മെറ്റീരിയൽ അവൈലബിൾ ആവില്ല. കുറച്ച് നമുക്ക് സ്റ്റോക്ക് ഉള്ളതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടവർ ആദ്യം പറയുക. ഓക്കെ, ഇതുപോലെ ഉണ്ട്. നല്ല അടിപൊളി നെക്കാണ്, മിസ് ചെയ്യരുത്. ലെങ്ത് 48 ആണ് വരുന്നത്. അപ്പം ഇതൊരു പാറ്റേൺ. പിന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയില് ബ്ലാക്കും ഒരു ലൈലാക്ക് കളറും ഇട്ടായിരുന്നു. അപ്പൊ ഒത്തിരി പേര് അത് കളർ ചെയ്യുമോന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ അതല്ല, അതിന് സിമിലർ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന കേട്ടോ. ഇതും ബ്യൂട്ടിഫുൾ ആണ്. ഇതും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അത്ര ചെറിയ വർക്ക് ചെയ്തേക്കുന്ന ഡാർക്ക് ഗ്രേപ്പ് കളറിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ വർക്ക് കണ്ടോ, ഇതുപോലെ ചെറിയ മുകളിലോട്ടും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈൻസ് വെച്ചിട്ട് ഈ ഒരു വർക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഗ്രേപ്പ് കളർ അടിപൊളിയാണ് ഇത്. അപ്പൊ ഇത് പിന്നെ ഇനി ഇത്രയും ഹെവി വർക്ക് വേണ്ടാന്നുള്ളവർക്ക് കുറച്ചും കൂടെ ചെറുതായിട്ട് ഈ ഒരു വർക്ക് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് കുറച്ചൊരു ലൈൻസ് പോലെ. ഇതൊക്കെ വേറെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭംഗി വരുന്നത്. അടിപൊളിയാണ്. അപ്പം ഈ ഒരു അപ്പൊ ആ ബ്ലാക്കും ലൈലാക്ക് കളറും ചെയ്തപ്പോൾ ഒത്തിരി പേര് എന്നോട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ സിമിലർ അല്ല അതിനോട്ട്. ആ വർക്കിനെക്കാട്ടിലും ഡിഫറെന്റ് ആയിട്ട് അതിനകത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് സ്കാൽപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കാണ്. ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്നതല്ല, അറ്റാച്ച് ചെയ്തേക്കാണ്. ഇത് സെൽഫായിട്ട് ആ ഒരു ഫാബ്രിക്കിലോട്ട് തന്നെ ചെയ്തേക്കുന്നത്. മറ്റേ നമ്മൾ നെറ്റ് ഫാബ്രിക്കിലോട്ട് ചെയ്തിട്ട് അത് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ പാറ്റേണിൽ വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഏത് കളറിലോട്ട് വേണമെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. പക്ഷെ എങ്ങനെ നമുക്കൊരു 15 വർക്കിംഗ് ഡേയ്സ് എടുക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് വീനൊക്കെ വെച്ചിട്ട് ഇത് നല്ല അടിപൊളിയാട്ടോ, നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല ഒതുങ്ങി തോന്നുന്നുണ്ട്. ഇതുപോലെയാണ് അതിന്റെ വർക്കൊക്കെ വരുന്നത്. ഷുഗർ ബീഡ്സ് ഇട്ടിട്ടും സെയിം കളർ തന്നെ, സെയിം ടോൺ തന്നെ വർക്ക് ഉള്ള ബീഡ്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ എയർലൈൻ പാറ്റേണിലോട്ട് 48 ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. എയർലൈൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഉണ്ടാവട്ടോ. സെയിം തന്നെയാണ്. നമ്മൾ അതിനെക്കാട്ടിലും കുറച്ച് വർക്ക് ചെയ്തേക്കുന്നത്. അത്രയും വർക്ക് ഹെവി ആയിട്ട് വേണ്ടാന്നുള്ളവർക്ക് നമ്മൾ കുറച്ച് വർക്ക് ചെയ്തേക്കുന്നതാണ്. ഇതേപോലെ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും മാച്ച് ആവും. അപ്പൊ നമുക്ക് ഈ കളറിൽ അല്ല, ഈ ഇത് തന്നെ നമുക്ക് കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് അവൈലബിൾ, ഏറ്റവും കോമൺ ആയിട്ട് അവൈലബിൾ ആവുന്ന കളേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുള്ള കളേഴ്സിലാണെങ്കിൽ അതിനേക്കാളും ടൈം എടുക്കും. തന്നെ 15 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ഓക്കെ, അപ്പൊ ഇത് നല്ല സ്ട്രെയിറ്റ്, കുറച്ചും കൂടെ ഡീപ്പ് വി ആ കൊടുത്തിരിക്കുന്നത്. ഇത് എയർലൈൻ പാറ്റേൺ ആണ്. ലെങ്ത് 48 വരുന്നുണ്ട്. ജോർജറ്റ് ആണ് ഫാബ്രിക്. ഡാർക്ക് ഗ്രേപ്പ് കളറിലോട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നേരത്തെ ഇട്ട ഹെവി കളർ ഇതാണ്, ഹെവി പാറ്റേൺ ഇതാണ് കേട്ടോ. രണ്ടും ഡിഫറൻസ് ഉണ്ട്. ഇതുപോലെ ഇത് കുറച്ച് വർക്ക് കുറച്ചിട്ട് ഇത് നല്ല ഹെവി ആയിട്ട് ഇത് കുറച്ച് അത്രയും വർക്ക് കുറച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ വേണം എന്നുള്ളവർക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 15 വർക്കിംഗ് ഡേയ്സ് എങ്ങനെ എടുക്കും? ചിലപ്പോൾ 15 to 20 ആയെന്ന് വരും, കാരണം അത്രയും ഹെവി വർക്ക് ആയതുകൊണ്ട്. ഓക്കെ.